നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സൗഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും സർവകൃപാലുവായ ദൈവം ആശ്വാസവും ബലവും ഒക്കെ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ് പുതിയ നിയമസഭയിൽ നൃത്തമുണ്ടോ, ഇനി അഥവാ പഴയ നിയമത്തിലുണ്ടെങ്കിൽ തന്നെ അത് ഏത് വിധത്തിലാണ്, എങ്ങനെയാണ് എന്ന കാര്യമൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോവുകയായിരുന്നു. അതിന് കുറേ ആഴ്ചകൾ തന്നെ എടുത്തു. ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ അവസാനിക്കും, വേഗം എന്ന് പറഞ്ഞ് നിർത്താം എന്നൊക്കെ ചിന്തിച്ചതാണെങ്കിൽ പോലും കാര്യങ്ങൾ മുൻപോട്ട് പോയി ഇതുവരെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു പൂർത്തിപഥത്തിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കാതലായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിന് മുൻപ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, അതിന് മുൻപുള്ള ആഴ്ചയിൽ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു വിശദീകരണം നൽകാം എന്ന നിലയിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒത്തുകൂടിയത്. ആയതിലേക്ക് നമ്മൾ പറഞ്ഞ് മുൻപോട്ട് വന്ന് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പതിയൊന്ന് ട്രാക്ക് മാറി. ചില സഹോദരങ്ങളൊക്കെ നമ്മുടെ മെസ്സേജിനടിയിൽ കമൻ്റ് ചെയ്തിരുന്നു, ഇവരെന്തിനാ ഈ പഴയ നിയമത്തിൽ കിടന്ന് നിരങ്ങുന്നത്, എന്തിനാണ് ഈ പഴയ നിയമം. അതുപോലെ വേറെയും ചില കമൻസൊക്കെ വന്നു. എല്ലാം ഞാൻ ഓർക്കുന്നില്ല. പഴയ നിയമ ആരാധന പുതിയ നിയമ ക്രിസ്ത്യാനികളായ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള നിലയിൽ. അപ്പോൾ അതിന് നമ്മൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാതലായ 3 വാക്യങ്ങൾ പുറത്തെടുത്തു. ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്ന റോമലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ്. ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ലഭിച്ചത് ഇസ്രായേലിനാണ്. അതായത് പഴയ നിയമത്തിലാണ് ആ വിഷയം വിശദീകരിക്കുന്നത്. ആ കാരണത്താൽ നമുക്ക് പഴയ നിയമത്തിൽ പോയി പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് ആദ്യ ഉടമ്പടിയിലെ ആരാധനയ്ക്ക് വിശേഷാൽ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും വ്യക്തമായ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ വ്യക്തമായ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആദ്യ ഉടമ്പടിയിലെ ആരാധനയുടെ രീതികൾ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടേക്ക് ഇറങ്ങിപ്പോകണം. അവിടെ ഇറങ്ങിപ്പോയി കാര്യങ്ങളെ അത്യാവശ്യം മനസ്സിലാക്കി വരണം. അങ്ങനെ പുതിയ നിയമ ആരാധനയും പഴയ നിയമ ആരാധനയും ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ കാര്യങ്ങളുടെ ആ തെളിമയിലേക്ക് വരുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അധ്വാനിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും. നിങ്ങളൊക്കെ തിരക്കുള്ള ആൾക്കാർ തന്നെയാണ്. എന്നിട്ടും നിങ്ങളൊക്കെ ഓടിക്കൂടിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? നമുക്ക് കാര്യങ്ങളെ അറിയണം, അറിഞ്ഞാരാധിക്കണം. അതാണ് 3-ാമത്തെ വാക്യം. മൂന്നാമത് നമ്മൾ കണ്ടത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശമരിയക്കാരിയായ സഹോദരിയുമായിട്ട് സംസാരിച്ച ദീർഘമായ ആ സംസാരം, അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവ് വാത്സല്യ സഹോദരിയോട് പറയാണ്, പ്രിയ സഹോദരി, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. എന്നിട്ട് കുറച്ചും കൂടി ഒരു വിശദീകരണം പറഞ്ഞു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുമ്പോൾ യഹൂദന്മാർ യെരുശലേമിലും മോറിയ മലയിൽ ആരാധിക്കുന്നു. അങ്ങനെ പല മലകളിലൊക്കെ ആയിട്ട് ആരാധനാ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ നിലയിൽ പുതിയ നിയമ ആരാധനയുടെ രീതി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. നോക്കണം, പഴയ നിയമ ആരാധനയെക്കുറിച്ച് 2 വാക്യങ്ങൾ നമ്മൾ കണ്ടത് പുതിയ നിയമത്തിലാണ്, റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലും. അത് കഴിഞ്ഞ് കർത്താവ് ഈ സഹോദരിയോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ എടുത്ത് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ പേര് ബൈബിളിൽ പരാമർശിക്കുന്നില്ല, പക്ഷെ താൻ എവിടത്തുകാരിയാണെന്നുള്ളത് പരാമർശിക്കുന്നു. ആ കാരണത്താൽ നമ്മൾ പുള്ളിക്കാരുടെ അസ്തിത്വം തേടി ഒരു യാത്ര തിരിക്കുകയായിരുന്നു. ആ യാത്ര ചെന്നെത്തിയത് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. അങ്ങനെ നമ്മൾ ശമര്യരുടെ ഉത്ഭവം ഒക്കെ കണ്ടു. അതായത് ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രമാണിക്കാതിരുന്ന വടക്കേ ദേശക്കാർ ഇസ്രായേലിൽ പിന്നത്തേതിൽ പ്രവാസത്തിലേക്ക് അശൂറിലേക്ക് പോകേണ്ടി വന്നു. അതിനോടനുബന്ധിച്ച് ആ തുടക്ക ഭാഗത്തൊക്കെ വായിച്ച വേദഭാഗങ്ങൾ ചുമ്മാ ഓടിച്ചൊന്ന് പറയാൻ വേണ്ടി തുറന്ന ഒരു അധ്യായമാണത്. ഈ 2 രാജാക്കന്മാർ 17-ാം അധ്യായം എന്ന് പറയുന്നത് ഈ ശമര്യർ എന്ന് പറയുന്നത് പണ്ട് ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ വാക്യങ്ങളൊക്കെ വായിച്ചു വന്നപ്പോഴത്തേക്കും അത് ഹൃദയത്തിൽ തട്ടി. നമ്മളൊരു പഠന രീതിയിലാണ് തുടങ്ങി വെച്ചതെങ്കിലും അത് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ
അത് ആത്മാവിൻ്റെ ദൂതുകളായിട്ടാണ് വെളിപ്പെട്ടത്. എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ കാര്യങ്ങളെ വിസ്തരിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ വചന ശുശ്രൂഷകൾ സാധാരണ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പതിവിന് വിരുദ്ധമായി അവിടെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ എന്താ? ഈ ജനം, ചട്ടങ്ങളും പ്രമാണങ്ങളും ലഭിച്ച ജനം, പിന്നത്തേതിൽ അവർ തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞവരായിട്ടാണ് നമ്മൾ കണ്ടത്. അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്നൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ആ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അടുത്ത് നിന്ന് കണ്ടപ്പോൾ അതിന് സമയം കുറേ എടുത്തു. അങ്ങനെ നമ്മുടെ കാതലായ വിഷയത്തിലേക്ക് വരാതെ ഇത്തരത്തിൽ കാര്യങ്ങളെ പറഞ്ഞ് മുന്നോട്ട് പോയി അവസാനിക്കുകയായിരുന്നു. ആ മെസ്സേജ് പിന്നത്തേത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് ആളുകളെ കേട്ടിട്ടുള്ളൂ. അതായത് ചില ടൈറ്റിലുകളും അതുപോലെ കേട്ടു വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊടി വിവാദത്തിൻ്റെ സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്നാൽ ഒരു പഠനാർഹമായ വിഷയം, നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ, അത് ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആത്മാവിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവിക ചിന്തകൾ, ദൈവ ശബ്ദം തന്നെ പുറപ്പെട്ടു വരുമെന്നുള്ള ആ തിരിച്ചറിവിൽ കേൾക്കുകയാണെങ്കിൽ, അത് റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജ് യൂട്യൂബിലേക്കൊക്കെ പോകുമ്പോൾ അതിന് എത്രത്തോളം ശക്തിയും ശേഷിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാലഘട്ടത്തിലെ സഭയെയും ദൈവജനത്തെയും ഒക്കെ ഞാൻ ഓർത്തുപോയി. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായി നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനവർഗത്തെ പിന്നത്തേതിൽ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് തെക്കേ ദേശമെന്നും ഒന്ന് വടക്കേ ദേശമെന്നും. ആദ്യം പ്രവാസത്തിലേക്ക് പോയത് വടക്കേ ദേശക്കാരാണ്, അഥവാ ഇസ്രായേൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവർ. പിന്നത്തേതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ തെക്കേ ദേശക്കാരും ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഈ 10 ഗോത്രക്കാർ പ്രവാസത്തിലേക്ക് പോകുവാനുണ്ടായ കാര്യകാരണങ്ങൾ ഈ തെക്കേ ദേശക്കാർ ആഞ്ഞൊന്ന് പഠിക്കുകയായിരുന്നെങ്കിൽ, ഒരു ഏകാംഗ കമ്മീഷനെയോ ദ്വയാംഗ കമ്മീഷനെയോ ഒക്കെ വെക്കുകയായിരുന്നെങ്കിൽ ഏത് കാരണത്താലാണ് അശൂർ ഇവരെ പിടിച്ചോണ്ട് പോകാൻ ഇടയായത്? ഇവർ വല്ല ചട്ടങ്ങളും പ്രമാണങ്ങളും വയലേറ്റ് ചെയ്തിരുന്നോ? നമ്മളും അങ്ങനെ എന്തെങ്കിലും കുഴപ്പത്തിലാണോ? നമ്മളും കുഴപ്പക്കാരാണോ എന്നൊക്കെ തെക്കേ ദേശക്കാരും ആരാഞ്ഞ് അന്വേഷിക്കണമായിരുന്നു. അവരും മിടുമിടുക്കന്മാരല്ലേ, എല്ലാം ഒരു ബ്ലഡിൻ്റെ ഉടമകളല്ലേ. അപ്പോൾ അതേ സ്വഭാവം അവരും കാണിച്ചു. കാലക്രമത്തിൽ അവരും പ്രവാസത്തിലേക്ക് പോയി. അപ്പോൾ പ്രവാസത്തിലേക്ക് പോയ ചരിത്രത്തിൽ വടക്കേ ദേശക്കാർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത വണ്ണം ഒരു പോക്കങ്ങ് പോയി. തെക്കേ ദേശക്കാർ 70 വർഷക്കാലം പോയി കിടന്നിട്ട് പിന്നെ മടങ്ങി വന്നെങ്കിൽ രാജ്യമില്ല, ഒന്നുമില്ലാതെ പോയി. അങ്ങനെ ദീർഘകാലം അവരവിടെ ദൈവത്തെ കോപിപ്പിച്ചും ദൈവേഷ്ടത്തിന് വിരോധമായൊക്കെ അങ്ങനെ സഞ്ചരിച്ചു പോയി. അവരുടെ കപടഭക്തി നിമിത്തം പിന്നത്തേതിൽ ലോകം മുഴുവനും അവർ ചെതറിപ്പോകേണ്ടി വന്നു. അതാണ് പിന്നത്തേതിൽ സംഭവിച്ചത്. അങ്ങനെ ഈ കൂട്ടരെല്ലാം 1948 പിന്നെ മടങ്ങി വന്നത്. 1948 അവർ മടങ്ങി വന്നു. അങ്ങനെ അവർക്കൊരു രാജ്യം ലഭിച്ചു. ആ മാതൃദേശത്ത് അവർ എത്തിച്ചേർന്നു. പക്ഷേ രാജ്യം ലഭിച്ചെങ്കിലും സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം ലഭിച്ചില്ല. അവർ മടങ്ങി വന്ന അവരുടെ തലസ്ഥാനത്തിൻ്റെ പേര് ശാലേം എന്നാണ്. ശാലേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. ഊർശലേം, സമാധാനം. പക്ഷെ സമാധാനം എന്ന് പറയുന്നത് അശേഷമില്ല, തരിമ്പ് പോലുമില്ല. കാരണം എന്നാ? സമാധാന പ്രഭുവിനെ അവർ ഇന്നും കൈക്കൊണ്ടിട്ടില്ല എന്ന കാരണത്താൽ സമാധാനം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർക്ക് സമാധാനം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയോ സംഭവിക്കണം. അങ്ങനെ ആ വരുന്ന വരവിൽ അവർ കുത്തിയമുങ്കിലേക്ക് നോക്കും. അന്നാളിൽ അവർക്ക് യാചനയുടെയും വിലാപത്തിൻ്റെയും ഒരു ഉറവയൊക്കെ തുറന്നു കൊടുക്കും. അങ്ങനെയാണ് അവർ അനുതാപ അനുഭവത്തിലേക്ക് വന്ന് മശിഹായെ കൈക്കൊള്ളുന്നതും യഥാസ്ഥാനപ്പെടുന്നതുമായ കാര്യം. എന്നാൽ അതിനു മുൻപ് തിരക്കേടില്ലാത്ത കുറച്ച് തീയിലൂടെയൊക്കെ അവർ കടന്നു പോകും. സമാധാന പ്രഭുവിനെ കൈക്കൊള്ളണമല്ലോ. അതിനായിട്ട് അവരെ ഒരുക്കുന്നത് യെരുശലേം എന്ന് പറയുന്ന ഫർണസിൽ ചരിത്രത്തിൽ ഇന്നുവരെയും കത്താത്ത രീതിയിലുള്ള തീ അങ്ങ് കത്തിക്കും. ഫർണസിന് ചൂട് പിടിപ്പിക്കും. അങ്ങനെ ചൂട് പിടിപ്പിച്ച് അവരെ ആ തീച്ചൂടിലൂടെ ക്ലെൻസ് ചെയ്ത് പുറത്തെടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് യാക്കോബിൻ്റെ കഷ്ടകാലം. ഓക്കെ, അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് മുൻപോട്ട് പോയത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്ന ആ വിഷയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇന്ന് വീണ്ടും കടക്കാം. അതിനു മുമ്പ് ഈ പറഞ്ഞ വാക്യങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. അവർ വാഗ്ദത്തങ്ങൾ ലഭിച്ചവരാണ്, പിതാക്കന്മാർ അവർക്കുള്ളതാണ്, സകല കാര്യങ്ങളും അവർക്കുള്ളതാണ്, കൂടെ ആരാധനയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർക്കാണ് ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ വാക്യം ഓർക്കുക. ഈ വാക്യങ്ങളൊക്കെ ഗൗരവമായി നമ്മളോട് സംസാരിക്കുന്നത് പഴയ നിയമ ആരാധന ഗൗരവമുള്ളതായിരുന്നു. അത് നമ്മൾ പഠിക്കേണ്ടതാണ്.
അതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് പറയാണ്, സത്യനമസ്കാരികൾ ആരാധിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവിലും സത്യത്തിലുമാണ്. പഴയ നിയമ ആരാധനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണത്. പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് മുൻപ് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് അത് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 1:10 നമ്മൾ മുൻപ് വായിച്ചതുപോലെ തന്നെ പൗലോസ്ലീഹ പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷിയെന്ന്. അതേ രീതിയിൽ തന്നെ പറയുന്ന വാക്യമാണ് ഫിലിപ്പ് ലേഖനം 3:3, ഫിലിപ്പിയൻസ് 3:3. അവിടെയും സെയിം കാര്യമാണ് പറയുന്നത്, നാം നമ്മുടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം ഈ കാര്യത്തിന് സാക്ഷിയെന്ന്. അങ്ങനെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ അന്ന് പറയാത്ത 1-2 കാര്യം ഞാൻ ഓടിച്ച് പറയാം. പരമാർത്ഥമായൊരു ഹൃദയം നമുക്ക് ലഭിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ താഴേക്കുള്ള വാക്യങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നത്. ഒരു പരമാർത്ഥ ഹൃദയം ലഭിക്കാതെ, അതായത് മാംസളമായൊരു ഹൃദയം ലഭിക്കാതെ ഒരാൾക്കും ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല. അത് മാത്രം പോരാ, അവരുടെ ദുർമനസാക്ഷി നീങ്ങി നിർമ്മലമായൊരു മനസ്സാക്ഷി അവർക്ക് ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. അങ്ങനെയൊക്കെ മുന്നോട്ട് വരുമ്പോഴാണ് തിരുവചനം പറയുന്ന പോലെ നമുക്ക് സത്യദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. എന്നാലും കഴിയണമെന്നില്ല. അതായത് ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ നാം ആത്മാവിൻ്റെ നിറവിലേക്ക് വരണം. ആത്മാവിൻ്റെ നിറവിലേക്ക് നമ്മെ നയിക്കുമെന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതായത് ആത്മാവിൽ നമ്മെ നിറയ്ക്കുമെന്നുള്ളൊരു കാര്യം. അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ ആത്മാവിൽ നിറയപ്പെടുന്നു. അതിൻ്റെ സൂചന എങ്ങനെയാണ്? പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ അവരുടെ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് കടന്നു വന്ന് ധൂപം അർപ്പിക്കണമെങ്കിൽ പുരോഹിതന്മാരെ വേർതിരിക്കണം. ആദ്യം അവരെ വെള്ളത്തിൽ കഴുകണം, അവർക്ക് ഒരു നിലയങ്കി കൊടുക്കണം. പിന്നത്തേതിൽ അവരുടെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കണം, അവരുടെ നെറ്റിയിൽ ആ പൊൻപട്ടം വെക്കണം. അതായത് സ്വർണത്തിൻ്റെ തകിടിൽ യഹോവയ്ക്ക് വിശുദ്ധരെന്ന് എഴുതിയ ഒരു നെറ്റിപ്പട്ടം, അങ്ങനെയാണ് പറയുന്നത്. അത് ഇവിടെ ഇങ്ങനെ നെറ്റിയിൽ വെക്കണം. പിന്നെ തലയിൽ മുടി മീൻസ് ടർബൻ, അതായത് തൊപ്പി എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. അപ്പോൾ അത്ര ഈസി അല്ല. പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളതിൻ്റെ സൂചനയാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മാവിൽ നിറയപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക്, എന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ വിശുദ്ധ സ്ഥലമോ, ഇന്ന് അങ്ങനത്തെ കൂടാരമോ, ഇന്ന് അങ്ങനത്തെ ആലയമൊന്നുമില്ല. ഇന്ന് ആലയം നാമാണ്. ഇന്ന് ദൈവത്തിൻ്റെ കൂടാരം, തിരുനിവാസം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. ആ വിശുദ്ധ സ്ഥലത്തിന് നമ്മൾ ഇങ്ങനെയും കൂടെ പറയും, യഹോവയുടെ സന്നിധി എന്ന്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ളിടം എന്നും പറഞ്ഞു കളയും. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? അതായത് നാം ആകുന്ന കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം. ശേഷം കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നാം വിശുദ്ധ ജീവിതം നയിക്കണം, വിശുദ്ധിയിൽ നിലനിൽക്കണം. ജഡത്തിലെയും ആത്മാവിലെയും കൺവെർഷനുകളൊക്കെ നീക്കണം. എല്ലാ ഫിൽത്തിനെസ്സും നീക്കി നാം ആത്മാവിൽ വെടിപ്പുള്ളവരായി നിൽക്കണം. വെടിപ്പോടും ശുദ്ധിയോടും കൂടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരേണ്ടത്. ഇനി വരുമ്പോൾ വെറും കയ്യാലെ വരാനും പാടില്ല. അർപ്പണത്തിന് വേണ്ടിയാണ് നാം വരുന്നത്. അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവാനാണ് വരുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ വരുന്നത് യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനുമാണെന്ന് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ വരുന്ന നാമും വെറും കയ്യാലെയല്ല വരുന്നത്. ദൈവസന്നിധിയിൽ വരുന്നത് അർപ്പണത്തിന് വേണ്ടിയാണ്. അർപ്പണത്തിന് വേണ്ടി വരുന്ന നാം ഇന്ന് കാളയെ ആടിനെയും കൊണ്ടൊന്നും അല്ല വരുന്നത്. നമ്മുടെ അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് 1000 കാളകൾക്ക് തുല്യമായി ദൈവസന്നിധിയിൽ കൊമ്പും കുളമ്പും ഒക്കെയുള്ള കാളകളെ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാം അർപ്പിക്കുന്ന സ്തുതിസ്തോത്ര യാഗങ്ങൾ ദൈവസന്നിധിയിലൊരു അർപ്പണമായി തീരുകയാണ്. അങ്ങനെ അർപ്പിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനമാകുന്ന പുൽപ്പറങ്ങളിലൂടെ സഞ്ചരിച്ച്, അങ്ങനെ നാം ഈ പറയുന്ന നിലയിൽ ഒരു ഊനമില്ലാത്ത ആടിനെ അർപ്പിക്കണമെങ്കിൽ, ഒരു കാളയെ അർപ്പിക്കണമെങ്കിൽ ആ നിലയിൽ നാം പുൽപ്പുറങ്ങളിലൂടെ മേയണം. കർത്താവിൻ്റെ ആട്ടിൻകൂട്ടം പുൽപ്പുറങ്ങളിലൂടെ മേഞ്ഞ് അത് നല്ല നിലയിൽ ഭക്ഷിച്ച്, അതുപോലെ ദൈവത്തിൻ്റെ നദിയിലിറങ്ങി വെള്ളമൊക്കെ കുടിച്ചൊക്കെ വരണം. അപ്പോഴാണ് ശക്തിമത്തായ ആരാധന വെളിപ്പെടുന്നത്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അവനെ ആരാധിക്കണം, സേവിക്കണം. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ. ചതഞ്ഞെന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. ഇവിടെ അത് നടക്കില്ല. അതൊക്കെ അവിടെ ജീവനില്ലാത്ത ആലുലിയ അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞോ. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറയണമെങ്കിൽ അതിനകത്ത് ജീവൻ വേണം. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള ആരാധന അർപ്പിക്കാനാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാം പ്രാരംഭമായി പറഞ്ഞതാണ്. അപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ 1-2 വാക്കുകളുണ്ട്. ആ വാക്കുകളെ ഒന്നുകൂടെ നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പിക്ചർ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കാണിക്കുകയാണ്. അതായത് 2-3 ആഴ്ച പറഞ്ഞതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്.
റിപ്പീറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കാൻ ആദ്യമായി അടുത്തു വന്ന ഇടമാണ് സമാഗമന കൂടാരം. ഈ കൂടാരം മോശയുടെ കൈയാൽ നിർമ്മിച്ചതാണ്. പർവ്വതത്തിലെ മാതൃക പ്രകാരം യഹോവ കൽപ്പിച്ചതുപോലെ നിർമ്മിച്ചൊരു കൂടാരമാണ്. ഈ കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന ചരിത്രം നമുക്കറിയാം. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു, അഥവാ ദൈവ തേജസ് ഷെഖൈനെ അവിടെ ഇറങ്ങി വന്നു. അവിടെ നിന്ന് തീ പുറപ്പെട്ട് പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ച ആരംഭകാലം എന്ന് പറയുന്നത്. അവിടെ മുതൽ അവരങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന രീതികളിലേക്ക് മുന്നോട്ട് പോയത് നമുക്കറിയാം. അപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കിയിട്ട് ഗൗരവമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്തൊരു യാഗപീഠം കാണാം. ആ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, അഥവാ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി ദിവസേനയുള്ള ധൂപാർപ്പണം നടത്തുന്നത്. ഇവിടെ യാഗം അർപ്പിച്ചുകൊണ്ട് യാഗമൃഗത്തിൻ്റെ രക്തവുമായി അവർ വിശുദ്ധ സ്ഥലത്ത് വന്ന് ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കും. ഇപ്പം നിങ്ങളിൽ പലരും ചിന്തിക്കുകയായിരിക്കും, എൻ്റെ ദൈവമേ, കൊല്ലങ്ങളായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പം എന്തിനാണ് വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മെസ്സേജ് റെക്കോർഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് പിന്നെയും കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളുണ്ട്. അവരുടെ പലരുടെയും ചർച്ചകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, വേറെ പലതുമാണ് പറയുന്നത്. ആ കാരണത്താൽ നമുക്ക് അവരോട് സ്നേഹവും വാത്സല്യവും ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ പറയുന്നു. അറിയാവുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും കത്തണം. പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിൽ നിന്ന് തീക്കനലുമായിട്ടാണ് പഴയ നിയമത്തിലെ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠത്തിൽ തീക്കനൽ നിരത്തുന്നത്. ആ തീക്കനലിൻ്റെ മുകളിലാണ് ഇൻസെൻസ് അഥവാ സുഗന്ധവർഗ്ഗങ്ങൾ നേർമയായി പൊടിച്ച് അതിന് മുകളിലാണ് അതും നിരത്തുന്നത്. അങ്ങനെയാണ് അവർ പരിമള ധൂപാർപ്പണത്തിലേക്ക് കടക്കുന്നത്. അതിലേക്ക് നമ്മൾ പറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുന്നത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ യാഗപീഠത്തിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരു സമർപ്പണാനുഭവം ഉള്ള വ്യക്തിക്ക് മാത്രമേ പുതിയ നിയമ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. ഈ യാഗപീഠത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കഴിയില്ല. അതിൻ്റെ തുടക്കം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ്. എൻ്റെ ഇത്രയും കാലത്തെ സഞ്ചാരത്തിൽ, അതായത് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ശുശ്രൂഷ കാലയളവിലൊക്കെ ഞാൻ കണ്ടതും കേട്ടതുമായൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പറഞ്ഞ് വിശ്വാസ വഴിയിലേക്കും വിശ്വാസ സ്നാനത്തിലേക്കുമൊക്കെ ആളുകളെ കൊണ്ടുവരുന്ന ശുശ്രൂഷകരെ ഞാൻ അപൂർവം കണ്ടിട്ടുള്ളൂ. അപൂർവം. മെജോറിറ്റി പെന്തിക്കോസ്തുകാർ ഈ വാക്യമൊക്കെ അവരുടെ സഭായോഗത്തിലോ ഏതെങ്കിലും മീറ്റിങ്ങിൽ ഇടയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടി ആ 12-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ എടുത്ത് പറയും എന്ന് മാത്രം. അതല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട് രക്ഷയും സ്നാനവും അനുബന്ധമായി മുൻപോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ പറയേണ്ട കാര്യമാണ്. ഇതൊരു തുടക്കമാണ്. ഒരുവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്ന ഇടമാണ് അവിടെ കർശനമായി ആ വ്യക്തിക്ക് കൊടുക്കുന്ന ബോധ്യമാണ്, താങ്കളൊരു സമർപ്പിതനായിരുന്നെങ്കിൽ മാത്രമേ മുൻപോട്ട് ക്രിസ്തുവുമായി ഒത്തുപോകാൻ കഴിയുള്ളൂ. 2 പേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നേ. നമ്മൾ സത്യാരാധനയെക്കുറിച്ചാകട്ടോ ചിന്തിക്കുന്നത്. 84 വയസ്സുള്ള ഉദയജിക്ക് തുള്ളാമോ എന്നൊക്കെ ചോദിച്ച ആളുകൾ കിടന്ന് ബഹളം വെച്ചപ്പോൾ നമ്മൾ കുറേ ആഴ്ചകളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തുള്ളലും പരിപാടിയൊന്നുമല്ല പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയുടെ ഗൗരവമാണ് പറയുന്നത്. ആദ്യപടി ആരാധനക്കാരൻ്റെ കണ്ണ് നിറച്ച് കാണിച്ചു തരികയാണ് കത്തുന്നൊരു യാഗപീഠം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അതിൽ സമർപ്പിതനായിരുന്നു. തൻ്റെ ജനമായ നാമും അതുപോലെ സമർപ്പിതരായിരിക്കണം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നാം ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യാഗാർപ്പണത്തോടുള്ള ബന്ധത്തിലുള്ള അതിൻ്റെ നിയമാവലികളുണ്ട്. ആ നിയമാവലികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ഒരു യാഗമായി തീരണം. നാം ദൈവസന്നിധിയിൽ ഖണ്ഡമായി നുറുക്കപ്പെട്ടവരായി മാറണം. ഖണ്ഡമായി നുറുക്കപ്പെട്ട് ബലിപീഠത്തിൽ യാഗവസ്തു കടന്നു വരേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ ഖണ്ഡമായി നുറുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പുതിയ നിയമ ഭാഷയൊക്കെ നമ്മൾ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ നിലയിൽ നുറുക്കപ്പെട്ട് ബലിപീഠത്തിൽ എത്തിപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഭൂരിപക്ഷം ആൾക്കാർ ചാടവും തുള്ളുവും അന്യഭാഷയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് കൊള്ളാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട 2 പ്രധാനപ്പെട്ട വാക്യം നിങ്ങൾ മറക്കരുത്. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും ഹോമയാഗം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഹോമയാഗം കൊണ്ടുവരികയാണെങ്കിൽ അത് നിയമപ്രകാരം കൊണ്ടുവരണമെന്നും കൂടെയാണ് നമ്മൾ കണ്ടത്. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യവും ലേവ്യ പുസ്തകത്തിലെ മറ്റൊരു വാക്യവും, അങ്ങനെ 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ കണ്ടു. ആ നിലയിൽ ഒരു പുതിയ നിയമ ആരാധനക്കാരൻ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരികയാണെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു ആരാധന വെളിപ്പെടും. അല്ലെങ്കിൽ
മറ്റൊരാത്മാവ് വെളിയിൽ കാത്തു നിൽപ്പുണ്ട്. ഈ ചില സർക്കാർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഓഫീസിനകത്ത് തിക്കും തിരക്കിനിടയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും സാധിപ്പിച്ച് കിട്ടാനായിട്ട് താമസിക്കും, അല്ലെ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വെളിയിൽ ചില ആൾക്കാരുണ്ട്. വെളിയിൽ, അതായത് ഇപ്പോൾ ഈ RT ഓഫീസിൽ പോവുകയാണെങ്കിൽ, ലൈസൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നിന്നൊന്നും ഈ നൂറ്റാണ്ടിൽ ലൈസൻസ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന ഏജൻസ് ഉണ്ട്. ഏജൻസ് അവർ പറയും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ നിൽക്കുന്നത്. അവിടെ 500 രൂപയുടെ ചല്ലാനടച്ചാൽ നമുക്ക് ലൈസൻസ് കിട്ടുമെങ്കിൽ ഇവർ പറയും ഒരു 5000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഏജൻറ്റുമാർ വെളിയിലുണ്ട്. ഈ സെയിം ഏജൻറ്റുമാരെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രമാണവും ചട്ടങ്ങളും പാലിക്കാതെയുള്ള ആരാധനയ്ക്ക് വരുന്നവരെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി മറ്റൊരാത്മാവ് വെളിയിൽ നിൽപ്പുണ്ട്. ആ ആത്മാവ് പറയും, നിങ്ങൾക്ക് എന്ത് ഭാഷയിൽ സംസാരിക്കണം, അന്യഭാഷയാണ്, ഏത് ഭാഷയിൽ വേണേലും നിന്നെ കൊണ്ട് ചാടിപ്പിക്കുകയും തുള്ളിപ്പിക്കുകയൊക്കെ ചെയ്യും. കണ്ട ഒരുപോലെ ഇരിക്കും, കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ഒരമ്മ പെറ്റ മക്കളെ പോലെ തോന്നും. അതും അന്യഭാഷ, ഇതും അന്യഭാഷ, എല്ലാം ഭാഷ. പക്ഷേ ആത്മാവിൽ വിവേചിക്കുന്നവർ കാര്യങ്ങളെ വിവേചിക്കുമ്പോൾ മനസ്സിലാവും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, ഇത് മറ്റേ ഏജൻറ്റുമാരുടെ അടുത്ത് മേടിച്ച ആത്മാവാണല്ലോ എന്ന് മനസ്സിലാവും. ശരിയായ ആത്മാവിലാണെങ്കിൽ അതിൻ്റെ കത്തൽ കണ്ടാൽ അറിയാം. കാരണം അത് ബലിപീഠത്തിലല്ലേ, തീക്കകത്ത് ഇരിക്കുകയാണ്. ആ തീക്കകത്തുനിന്ന് തീക്കനലുമായിട്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. തീക്കനലില്ലാതെ നീ എന്ത് ആരാധിക്കുമെന്നാണ് ഈ പറയുന്നത്? നീ എന്നാ പെന്തിക്കോസും ആകട്ടെ, ന്യൂജനോ ക്ലാസിക്കലോ എന്നാ സൈസ് പെന്തിക്കോസും ആകട്ടെ, തീക്കനലില്ലാതെ എവിടെ നിന്ന് എന്ത് ആരാധിക്കാനാ? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്നാണ് പറയുന്നത്. ഈ കാര്യം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരായ ആളുകളോട് പറയുന്ന ആ സമയത്ത് താനെ ക്രൂശെ കയറിയിട്ടില്ലെന്നുള്ള കാര്യം കൂടെ പഠിക്കണം കേട്ടോ. ക്രൂശിനെക്കുറിച്ച് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കോ കേൾവിക്കാരായി വന്ന ആളുകൾക്കോ ഒന്നും ഒരു ഐഡിയ പോലുമില്ല. ആ നാട്ടിൽ ആളുകളെ ക്രൂശിക്കാറുണ്ട്, അത് വലിയ കൊള്ളക്കാരെയോ ഭീകരന്മാരെയോ ഒക്കെ ക്രൂശിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ യേശുക്രിസ്തു എന്ന നല്ല ഗുരു ആളുകളെ സൗഖ്യമാക്കുകയും ചുമ്മാ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ നല്ലവനായ കർത്താവ്, കമ്പാഷനുള്ള കർത്താവ്, ഇതെന്നാ വർത്തമാനമായി പറയുന്നത്? തന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്ന ആളുകൾ ക്രൂശ് എടുക്കണമെന്ന്. ക്രൂശ് എന്ന് വെച്ചാൽ അവർക്കറിയാം ക്രൂശ് എന്നാന്ന്, മരക്കുരിശാണ് അവിടെ ഉള്ളത്. ആ കുരിശ് എന്തിനാണ് എടുക്കുന്നത്? യേശുവിനെ അനുഗമിക്കാൻ. ഇത്തരത്തിൽ നമ്മൾ പ്രസംഗിച്ചു പോയപ്പോൾ ഇടയ്ക്കൊരു ദിവസം പറഞ്ഞു, പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ഉയർത്തിയെന്ന്. ക്രൂശാണ് അവിടെ വെളിപ്പെട്ടതെന്ന്. അപ്പോൾ അത് കേട്ട ആളുകൾ അന്തം വിട്ടിട്ട് ചോദിക്കുക, അവിടെ പത്രോസ് എവിടെയാണ് ക്രൂശെടുത്ത് പൊക്കിയെന്ന്, എവിടെയാണ് ക്രൂശിനെ കുറിച്ച് പറഞ്ഞതെന്ന്. ക്രൂശ് എന്താണെന്നൊന്നും മെജോറിറ്റിക്ക് അറിയില്ല. ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ഈ ആരാധന നടക്കുന്നത്? നിങ്ങൾക്ക് പഴയ നിയമം വേണ്ട, പഴയ നിയമത്തിൽ നിന്നൊന്നും കേൾക്കണ്ടെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ആരാധിക്കണമെന്നും പറയും. എങ്ങനെ ആരാധിക്കും? ആരാധിക്കേണ്ട വ്യവസ്ഥയാണ് പറയുന്നത്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം. പുതിയ നിയമത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ബലിപീഠമാണ്. പഴയ നിയമത്തിൽ അതൊരു ബലിപീഠമായിട്ടല്ലേ നമ്മൾ പരിഗണിക്കുന്നത്, ഓൾട്ടാർ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആ ബലിപീഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ബലികൾ അർപ്പിക്കപ്പെടുന്ന ഇടമാണ്. ഹോമയാഗത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഹോമയാഗം അർപ്പിക്കണമെങ്കിൽ അതിൻ്റെ ചട്ടങ്ങളുണ്ട്. യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിനെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി നുറുക്കി ബലിപീഠത്തിലേക്ക് കയറ്റണം. ഖണ്ഡം ഖണ്ഡമായി നുറുക്കണം അല്ലേ? അങ്ങനെ ഖണ്ഡം ഖണ്ഡമായി ഒക്കെ നുറുക്കിയാണ് ബലിപീഠത്തിലേക്ക് കയറ്റുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചാലോ? ലൂക്കോസിൻ്റെ സുവിശേഷം 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം 10:37 കൂടെ വായിക്കണം. സത്യാരാധനക്കാർ അറിഞ്ഞിരിക്കേണ്ട വാക്യങ്ങളാണ്. മാത്യു ചാപ്റ്റർ 10:37. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇപ്പോൾ വായിച്ച ഈ വാക്യത്തിൽ പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് പോലെയുള്ള കാര്യത്തിലേക്ക് വന്നില്ലെങ്കിൽ അവർ യോഗ്യരല്ല, അയോഗ്യരാണെന്നാണ്. അപ്പോൾ അയോഗ്യരായ ആളുകളുടെ ആരാധന ദൈവം സ്വീകരിക്കുമോ? ചിന്തിക്കണം, ചിന്തിച്ചേ നോക്കൂ. നമ്മൾ ചാടിക്കയറി യോഹന്നാൻ്റെ സുവിശേഷത്തിലൊരു വാക്യം എടുത്ത് പറയും, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നൊക്കെ. വളരെ എളുപ്പമെന്നാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ എളുപ്പമെന്ന് പറഞ്ഞു വിടാവുന്ന കാര്യമല്ലെന്നേ ഇത്. അതല്ലേ നമ്മൾ സമയമെടുത്ത് പറയുന്നത്. സമയമെടുത്ത് പറയുന്നതുകൊണ്ടാണ് പലരും പിന്നെ ഈ മെസ്സേജൊക്കെ കേൾക്കാൻ ഉത്സാഹിക്കാത്തത്. അവർ പറയുന്നത് ഇത്രയും നീട്ടണ എന്തിനാ, ഇത്രയും വലിച്ചു നീട്ടുന്ന എന്തിനാ, അങ്ങ് പറഞ്ഞങ്ങ് തീർക്കാൻ മേലെന്ന് ചോദിക്കുന്നത്.
ഇപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളൊന്നും ഞാൻ ചിന്തിച്ചല്ല ഇന്ന്, പക്ഷെ അതിലേക്ക് ഇപ്പോൾ പോയ കണ്ടോ. സത്യാരാധനക്കാരൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ സമ്പൂർണ്ണ സമർപ്പിതനായിരിക്കണം. സമ്പൂർണ്ണ സമർപ്പിതനായിരിക്കണം. സമ്പൂർണ്ണ സമർപ്പിതനായിരിക്കണം. അവൻ ബലിപീഠത്തിലായിരിക്കണം. അങ്ങനെ കത്തി അമരണം. അവിടെ നിന്ന് തീയുമായിട്ടാണ് വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ടത്. അഥവാ അങ്ങനെ കത്തി അമർന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സത്യാത്മാവിൽ നാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ഇത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമല്ലേ. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താൻ നിഷേധിക്കണം, തന്നെത്താൻ ത്യജിക്കണം, എന്നിട്ട് നാൾതോറും ക്രൂശ് എടുക്കണം. എന്ന് വെച്ചാൽ നാൾതോറും സമർപ്പണത്തിലായിരിക്കണം. നമ്മൾ പറഞ്ഞു ക്രൂശ് ഇവിടെ ബലിപീഠമാണെന്ന്. ബലിപീഠം എന്ന് വെച്ചാൽ ഇവിടെ അക്ഷരിക ബലിപീഠമല്ല, പകരം സമർപ്പണമാണ് കാണിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണമാണ് കാണിക്കുന്നത്. സമർപ്പിതൻ്റെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ അവൻ സമർപ്പിതനായി മുൻപോട്ട് വരുമ്പോൾ റോമർ 12-ലെ വാക്യപ്രകാരം നമ്മുടെ ജീവിതം തന്നെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. സുഗ്രാഹ്യമായ ഒരു യാഗമായി, ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യാഗമൃഗത്തെ, അതായത് ദിവസേന മരിക്കുകയാണെന്ന് പൗലോസ് പറയുന്നില്ലേ, ക്രൂശിക്കപ്പെടുകയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ മരണത്തിൻ്റെ അനുഭവം ഇവിടെ ആരംഭിക്കുകയാണ്. യാഗമൃഗത്തെ അവിടെ പുരോഹിതൻ അറുക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തോലുരിക്കുകയാണ്. തോലൊക്കെ ഉരിക്കണം സഹോദരങ്ങളെ, തോലുരിക്കണം. തോലുരിക്കില്ലേ? ആ ഉരിക്കണം. ഉരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ പോകാം. എന്നാൽ തോലുരിക്കണം. തോലുരിച്ച് അടുത്ത പടി എന്താ? ഖണ്ഡം ഖണ്ഡമായി നുറുക്കണം. ഖണ്ഡം ഖണ്ഡമായി നുറുക്കണം. ആ ഖണ്ഡം ഖണ്ഡമായി നുറുക്കുക എന്ന കാര്യത്തിന്, ഖണ്ഡം ഖണ്ഡമായി നുറുക്കുക എന്നുള്ളതിന് ഇപ്പോൾ വായിച്ച മത്തായി 10:37 അതിനൊരു ഉത്തരമാണ്. എന്നാൽ ലൂക്കോസ് 14-ലേക്ക് വരാം. ലുക്ക് ചാപ്റ്റർ 14. യെസ്, ലൂക്കോസ് 14 എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായൊരു ചാപ്റ്ററാണ്, ഗഹനമായൊരു വിഷയമാണ്. ആ ചാപ്റ്റർ ഒന്നും മറന്നു പോകരുത്. ലൂക്കോസ് 14 അതിൻ്റെ 26 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും കാണാതെയൊന്നും പറയണ്ട, ഇന്ന ഭാഗത്താണെന്നെങ്കിലും ഓർത്തിരിക്കണം. 14:26 പറയുന്നത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സത്യാരാധന എന്നുള്ള വിഷയം പറയുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണോ? പറയണം. ഉറപ്പിച്ചും തറപ്പിച്ചും പറയേണ്ടതുണ്ട്. അല്ലാതെ ഡാൻസും ഡിസ്കോ ഡാൻസും ഒന്നും അല്ല പുതിയ നിയമ ആരാധന. പുതിയ നിയമ ആരാധനയിലേക്കുള്ള വെളിച്ചമാണ് ഈ വീശുന്നത്. ഇതൊക്കെ 84 വയസ്സുള്ള ഉദ്ദേശി തുള്ളിയ ഉദ്ദേശിക്കും അതിന് അദ്ദേഹത്തെ ക്ഷണിച്ച ഉള്ളിക്കൊക്കെ അറിയാവുമെന്ന് എനിക്കറിയില്ല. അവരിതൊക്കെ പ്രസംഗിക്കുന്ന ആളുകളാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്രസംഗിക്കുന്നത് ചരിത്രത്തെ അവർ പ്രസംഗിച്ചിട്ടുണ്ടാകുമോ? പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴിതെറ്റി പോകാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ കോമാളി വേഷം കെട്ടാനും മറ്റുള്ളവരെ കോമാളികളാക്കാനും അവർക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആ ദൈവഭയം നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ആ പറയപ്പെട്ട കാര്യങ്ങളെയൊക്കെ പകയ്ക്കണം, ഹെയ്റ്റ് ചെയ്യണം എന്നാ പറയുന്നത്, എന്ന് വെച്ചാൽ വെറുക്കണമെന്ന്. അതേസമയം തന്നെ എഫേസ്യ ലേഖനം പറയാണ് അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന്. ഇവിടെ സുവിശേഷങ്ങളിലൂടെ പറയാണ് വെറുക്കണമെന്ന്. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരികയല്ലേ, വൈരുദ്ധ്യം വരികയല്ലേ എന്ന് ചിന്തിക്കാം. ഒരു വൈരുദ്ധ്യവും ഇല്ല. അത് പഠിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. അതായത് നമ്മൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ജഡികമായിട്ടല്ല, ജഡികമായിട്ടുള്ള കാര്യത്തിനാണ് ഇവിടെ സ്റ്റോപ്പ് മെമ്മോ തരുന്നത്. അവരെ നമ്മൾ ആത്മാവിൽ ദൈവസ്നേഹത്താൽ ആ നിലയിലാണ് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അതിനാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ കൂടെ അങ്ങനെ അറിയുന്നില്ല എന്ന് പറയുന്നില്ലേ? 2 കൊരിന്ത്യർ ലേഖനം 5:16 അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം ജഡപ്രകാരമുള്ള സ്നേഹങ്ങളുണ്ട്. ആ സ്നേഹങ്ങളോടുള്ള ബന്ധത്തിലാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താ? ജഡപ്രകാരമുള്ള സ്നേഹമൊന്നുമല്ല, അത് ആത്മപ്രകാരമുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ മാറണം. ഭാര്യയോടും മക്കളോടും അമ്മയപ്പന്മാരോടും ഒക്കെയുള്ള ബന്ധത്തിൽ. ഇനി മാനുഷികമായി ഈ പറയപ്പെട്ട നിലയിൽ അവരിൽ നിന്നൊക്കെ വരുന്ന ആലോചനകളും ചിന്തകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും വചനത്തിനും നിരക്കുന്നതല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ 1ാമത്തെ പടിയിലേക്ക് വരാം. അതായത് നാം നമ്മുടെ ജീവിതം ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഖണ്ഡം ഖണ്ഡമായി നുറുക്കണമെന്ന് പറഞ്ഞു. ഖണ്ഡം ഖണ്ഡമായി നുറുക്കണമെന്ന് പറഞ്ഞു. ഖണ്ഡം എന്ന് പറഞ്ഞാൽ ചുമ്മാ കോഴിയിറച്ചിയും പോത്തിറച്ചിയും കൊണ്ടുവന്നിട്ട് നമ്മുടെ സഹോദരിമാർ കൊത്തി എരിയൂല്ലോ, ഇങ്ങനെ
ഇങ്ങനെ അരിഞ്ഞ് വിടുമല്ലോ, അരിയുമല്ലോ, നുറുക്കുക എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനെയൊക്കെ നുറുക്കി വിടും, ചെറിയ ചെറിയ പീസായിട്ട്. അങ്ങനെയല്ല ഖണ്ഡമായി നുറുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അതായത് ഈ യാഗമൃഗത്തിൻ്റെ ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളുണ്ടല്ലോ, അതായത് കൈ എടുക്കുമ്പോൾ കയ്യിൽ ഇതൊരു ജോയിൻ്റാണ്. ഈ ജോയിൻറ്റുകൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തുകയാണ്. അല്ലാതെ ചുമ്മാ വെട്ടിയരിഞ്ഞ് നുറുക്കിയിടുക എന്നുള്ളതല്ല. ഈ ഓരോ ബന്ധങ്ങളും വേർപെടുത്തി അങ്ങനെയാണ് ബലിപീഠത്തിൽ സമർപ്പിക്കേണ്ടത്. ഈ വിരലുകളുടെ ഭാഗം വരുമ്പോൾ ഇവിടെയും ജോയിൻ്റാണ്. ഈ ജോയിൻറ്റുകളെല്ലാം വേർപെടുത്തി അങ്ങനെ എല്ലാ ഭാഗത്തും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അസംബിൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതല്ല അസംബിൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ചില സൗരങ്ങൾക്ക് ഞാൻ പറയുന്ന അറിയാം, അവരുടെ ജീവിതത്തിൽ അവരങ്ങനെയുള്ള കാര്യങ്ങളുമായി അഭിമുഖീകരിച്ചിട്ടുണ്ട്. ചില സഹോദരങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ഈ ഏത് പാർട്സ് വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. ഹിപ്പ് മേടിക്കാൻ കിട്ടും, കൈ മേടിക്കാൻ കിട്ടും, കാല് മേടിക്കാൻ കിട്ടും. ഇതെല്ലാം അങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം. ആ ഒരു നിലയിലേക്ക് വൈദ്യശാസ്ത്രം വളർന്നൊരു കാലമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ ശരീരത്തിലെ ഈ ജോയിൻറ്റ്സ് എല്ലാം ഏതേതെല്ലാം ഭാഗങ്ങളാണ് അതെല്ലാം വേർപെടുത്തി ബലിപീഠത്തിൽ വെക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൻ്റെ ആ യാഗാർപ്പണത്തോടുള്ള ബന്ധത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ആകുന്ന യാഗമൃഗത്തെ ബലിപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ, സമർപ്പിത ജീവിതം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഓരോ ബന്ധങ്ങളും വേർപെടുത്തണം. നമ്മൾ ഈ വിശ്വാസ വഴിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അമ്മയപ്പന്മാരോ ഭാര്യയോ മക്കളോ അങ്ങനെ പലതും ആയിരിക്കാം. അതെല്ലാം വെട്ടി മുറിക്കണം, ബന്ധങ്ങൾ വേർപിടിവിക്കണം. എന്നിട്ട് ബലിപീഠത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഇനി മുതൽ നിനക്കുള്ളവനാണ്, ഞാൻ ഇനി മുതൽ നിനക്കുള്ളവളാണ് എന്ന നിലയിൽ ഏൽപ്പിക്കണം. അപ്പോൾ ഒരു പ്രസവിച്ച സ്ത്രീ തൻ്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞിന് 2ാം സ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ വചനപ്രകാരം അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. 1ാം സ്ഥാനം സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കണം. 1ാം സ്ഥാനം ഭാര്യയ്ക്കല്ല, 1ാം സ്ഥാനം ഭർത്താവിനല്ല, 1ാം സ്ഥാനം മാതാപിതാക്കൾക്കല്ല. മാതാപിതാക്കൾ അവരുടെ മക്കൾക്കല്ല 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. ഇവരെല്ലാവരും, ഈ പറയപ്പെട്ടവരെല്ലാം അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുക്കണം. ബാക്കിയെല്ലാം അതിൻ്റെ ക്രമത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോകും. അതായത് ഭാര്യ ഉള്ളവനാണെങ്കിൽ അവൻ്റെ ഭാര്യ 2ാം സ്ഥാനത്തേക്ക്, ഭർത്താവ് ഉള്ളവളാണെങ്കിൽ അവളുടെ ഭർത്താവ് 2ാം സ്ഥാനത്തേക്ക് വരും, അവളുടെ മക്കൾ 3ാം സ്ഥാനത്തേക്ക് വരും, അവൻ്റെ അമ്മയപ്പന്മാർ 4ാം സ്ഥാനത്തേക്ക് വരും. അപ്പോൾ അതൊരു സർക്കിളാണ്. സർക്കിൾ വരച്ച് നോക്കിക്കോ. ആ സർക്കിളിൽ ഓരോരുത്തരെയും അതാത് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തേക്കുക. അത്ര തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കണമെന്ന്. അത് പാലിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ലെന്ന് അങ്ങനെ തന്നെയാണ് വായിച്ചത്. മത്തായി സ്ലീഹയാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവൻ എനിക്ക് യോഗ്യനല്ല. അങ്ങനെ നമ്മൾ യോഗ്യരായി തീർന്നെങ്കിൽ മാത്രമേ യോഗ്യമായി ആരാധിക്കാൻ കഴിയൂ. നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവൻ എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക എന്നാ. അതിന് കുഴപ്പമില്ല, അങ്ങനെ വേണം, അതൊക്കെ വേണം. പക്ഷേ പ്രാരംഭമായിട്ട് ഇത്രയും കൂടെ പറയണ്ടേ? ഇതങ്ങനെ കേട്ടിട്ടുണ്ടോ? വേദത്തിൽ കേട്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഖണ്ഡമായി നുറുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേർപെടുത്തണം. അല്ലെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ലതേ, നിൻ്റെ അന്യഭാഷയും നിൻ്റെ ഭാഷയൊക്കെ ആയിട്ട് നീ പൊക്കോണം, നീ 5-6 ഓർഗനും വെച്ച് തുള്ളിക്കൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കേണ്ടെന്നാ ഒരുവനായ ദൈവം പറയുന്നത്. ഇവിടെ തുടങ്ങുകയല്ലേ, ജീവിതം ബലിപീഠത്തിലായിരിക്കണം. എന്തിനാ ഈ പിക്ചർ കാണിച്ചത്? ഈ ബലിപീഠത്തിലേക്ക് നോക്കുക, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഇടമാണ്. അവിടെ നാം കത്തി അമരണം. അവിടെ നിന്നാണ് തീക്കനലുമായി നാം വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. ജീവിതം ബലിപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ദൈവസാന്നിധ്യം അനുഭവിക്കും. ആ തീക്കനലിലാണ് നമ്മുടെ ജീവിതം സുഗന്ധപൂരിതമായി തീരുന്നത്. അവിടെ നിന്ന് സുഗന്ധം പരക്കുകയാണ്. ജീവിതം തന്നെ ഒരു ആരാധനയായി മാറുകയാണ്. അതും കൂടെ പഠിക്കണം. അല്ലാതെ ചുമ്മാ ഞായറാഴ്ച വന്ന് കൊയറ് കിടന്ന് തുള്ളാൻ പറയുമ്പോൾ തുള്ളുന്ന അതൊന്നും അല്ല ക്രിസ്തീയ ആരാധന. എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി പെന്തിക്കോസുകാരും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു പോകുമല്ലോ. വിഷമിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല? നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധ്യാനിച്ചും കഷ്ടപ്പെട്ടും ഇതൊക്കെ കണ്ടെത്തി ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിച്ച് പിന്നീട് കഷ്ടപ്പെട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ടല്ലോ. കേൾക്കാൻ ആളുകൾ ആകെ 2 പേരാണ് വരുന്നത്. ബാക്കി 8 പേരെവിടെയാ? 10 പേര് സൗഖ്യമായല്ലോ, ബാക്കി 8 പേരെ കാണാനില്ല. അവർ പറയുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാ. ആ മലയിൽ ഈ മലയിലൊക്കെ ആരാധിക്കാമെന്നാണ് പറയുന്നത്. ഏത് മലയിൽ ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ നമുക്ക് തുള്ളാം. അങ്ങനെ ഓരോ ഓർഗനും വെച്ച് തുള്ളുന്നതല്ല ക്രിസ്ത്യാനിത്വം, ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത്. അതിനാണോ മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത്? അതിനാണോ ചെങ്കടൽ കടത്തിയത്?
അതിനാണോ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന് ഈ പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ കൈ തന്നത്? ഉമ്മ അത് ഉള്ളിക്കോ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ പാവം പിടിച്ച മോശയെ 40 ദിവസം ജലപാനം പോലും കഴിക്കാതെ പർവ്വതത്തിൻ്റെ മുകളിൽ പിടിച്ച് കയറ്റിയിരുത്തിയിട്ട് ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തത് നിങ്ങൾക്ക് ചുമ്മാ ഡാൻസ് കളിക്കാനാണോ? തരക്കേടില്ലല്ലോ. അങ്ങനെ ചുമ്മാ ഡാൻസ് കളിക്കാനാണെങ്കിൽ മോശ എന്തിനാ ഈ പർവ്വതത്തിൽ കയറിയത്? ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ എത്രയോ നാളുകളുടെ അധ്വാനവും എത്രയോ നാളുകൾ ദൈവസന്നിധി കാത്തിരുന്നാണ് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുന്നതെന്നറിയാവോ? അതാണ് കൊണ്ടുവന്ന് വിളമ്പുന്നത്. അത് ദൈവത്തിൻ്റെ ജനത്തിന് പദ്യമായി തീരണം. അതായത് പദ്യം എന്ന് വെച്ചാൽ അതായത് അത് ദൈവത്തിൻ്റെ ജനത്തിന് അത് ഭോജ്യമായി തീരണം, അത് സ്വാദിഷ്ടമായി തീരണം. അതിനവർ ചെവി കൊടുക്കണം, ശ്രദ്ധിക്കണം, ആവലോടെ കാത്തിരിക്കണം. എന്താണിനി പറയാനുള്ളത്, എന്താണിനി ഞങ്ങൾ അറിയേണ്ടത് എന്ന നിലയിലേക്ക് വരണം. ആ ശബരിയക്കാരി സഹോദരി ഒന്ന് അടുത്ത് നിന്ന് കണ്ടേ, അവൾ തർക്കുത്തരം വല്ലതും പറഞ്ഞോ? അവൾ ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവ് അവൾക്ക് കാര്യങ്ങളെ വിശദമാക്കി കൊടുത്തപ്പോൾ വെളിപ്പാടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവളുടെ ഹൃദയം തുറന്നു, അകക്കണ്ണും തുറന്നു. അവൾ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കണ്ടു. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി. അവൾ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായില്ലേ? അതുപോലെ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ കർത്താവിൻ്റെ മുമ്പാകെ നിന്നാൽ അവിടെ നിന്ന് നമ്മെ ഇന്നും പഠിപ്പിക്കാൻ ശക്തനായ ദൈവമല്ലേ? ഇന്നും നമ്മെ പഠിപ്പിക്കും, ഇന്നും നമ്മെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തും. നോക്കണം, എൻ്റെ ഇന്നത്തെ ചിന്തകളുമായി ബന്ധപ്പെട്ട് ഞാൻ കൈകാര്യം ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നയിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ പുറത്തു പോയതല്ലേ നമ്മൾ? ഈ ആഴ്ചത്തെ പുറത്തേക്ക് പോയിരിക്കുന്നു. നോട്ട് ചെയ്തു വെച്ച വിഷയത്തിൽ വേഗം മുന്നോട്ട് പോയി സത്യാരാധന അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് സത്യാരാധനക്കാരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് പരിശുദ്ധൻ 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 സെറാഫുകൾ ആർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധനായ ദൈവത്തെയാണ് ആരാധിക്കാൻ വരുന്നത്. ആ പരിശുദ്ധനായ ദൈവത്തെ തന്നെയാണ് നാമും ആരാധിക്കാൻ വരുന്നത്. അങ്ങനെ ആരാധിക്കാൻ വരുമ്പോൾ അവൻ്റെ ചട്ടങ്ങളും വിധികളും ഒക്കെ നാം പാലിക്കേണ്ടതുണ്ട്. നാം നമുക്കായിട്ട് ജീവിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ, പ്രിയ സുഹൃത്തേ, അത് ടയർ കത്തിയ മണം പോലെ ആയിരിക്കും നിൻ്റെ ആരാധന. അത് സുഗന്ധ ധൂപമൊന്നും ആയിരിക്കില്ല അവിടെ വരുന്നത്. അതെങ്ങനെയാണ് സുഗന്ധ ധൂപമാകുന്നത്? അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. മെജോറിറ്റി പുതിയ നിയമ ക്രിസ്ത്യാനികൾക്കും അറിയാത്തൊരു കാര്യമാണ്. പുതിയ നിയമത്തിലെ സത്യാരാധനയുടെ നിഴലെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അവരുടെ വിശുദ്ധ സ്ഥലത്ത് അർപ്പിക്കുന്ന ധൂപാർപ്പണം അഥവാ പരിമള ധൂപാർപ്പണമാണെന്നുള്ളത് മെജോറിറ്റിക്കും അറിയില്ല. അതുകൊണ്ടാണ് അവരെല്ലാം കൂട്ടിക്കുഴയ്ക്കുന്നത്. എത്രയോ പേര് നമ്മുടെ അടുത്ത് ഇടിച്ചിടിച്ച് നിന്നത് 149 സങ്കീർത്തനത്തിൽ തുള്ളുന്നുണ്ട്, 150 സങ്കീർത്തനത്തിൽ നൃത്തമുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നത്. ആ നൃത്തമൊക്കെ എവിടെയാ? അത് പ്രാകാരത്തിന് വെളിയിലാണ് ആ നൃത്തമൊക്കെ അവർ ചെയ്തത്. ഇസ്രായേലിലെ സാമാന്യജനം പ്രാകാരത്തിന് വെളിയിലാണ് നൃത്തം ചെയ്തത്. നാം ആ സാമാന്യജനം തുള്ളുന്ന പോലെ തുള്ളാൻ വിളിക്കപ്പെട്ടവരല്ല. നാം ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ധൂപാർപ്പണത്തിന് വിളിക്കപ്പെട്ട ആളുകളാണ്. പഴയ നിയമത്തിലെ ആ ധൂപാർപ്പണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ്. അത് പ്രഥമമായി നമ്മൾ പറയുന്നത് പുതിയ നിയമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥന, ഇൻറ്റർസെസറി പ്രയറുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യം നമ്മൾ പറയുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത വശം, അടുത്ത ആംഗിളിൽ നിന്ന് പറയുമ്പോഴാണ് അതാണ് പുതിയ നിയമത്തിലെ ആത്മാവിലുള്ള ആരാധനയുടെ നിഴലെന്ന വിഷയം. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ അവിടെ അർപ്പിക്കുന്ന ആ ധൂപമാണ് പുതിയ നിയമത്തിലെ സത്യാരാധനക്കാരായ പുതിയ നിയമ പുരോഹിതന്മാരായ നാം ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുന്ന വിഷയം എന്നുള്ളത്. കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രണ്ട് കാര്യവും അങ്ങനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. മധ്യസ്ഥ പ്രാർത്ഥനയും ആത്മാവിലുള്ള ആരാധനയും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഹോരേബ് മുതൽ അവർ ഒരുവനായ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അഹ്റോനും അവൻ്റെ പുത്രന്മാരും ദൈവസന്നിധിയിൽ ധൂപം അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ആ പ്രയാണം, പിന്നെ അവർ മുന്നോട്ട് പോയി വാഗ്ദത്ത ദേശത്തെത്തി. അതിനിടയിൽ മോശ കാലം ചെയ്തു. പിന്നത്തേതിൽ യോശുവയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോയി യോശുവായും കാലം ചെയ്തു. അങ്ങനെ പോയി ചരിത്രത്തിൽ അവർ ന്യായാധിപന്മാർ നടത്തി. പിന്നീട് രാജാക്കന്മാർ വന്നു. അങ്ങനെ രാജാക്കന്മാരൊക്കെ അവരെ ഭരിക്കുന്ന കാലം. അതിൽ പ്രസിദ്ധനായ രാജാവാണ് ദാവീദിന് ശേഷം അവൻ്റെ മകൻ ശലോമോൻ വന്നു. പിന്നത്തേതിൽ രാജ്യം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു പോയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ പോയ കാലഘട്ടത്തിൽ ഈ ധൂപവുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഐശയ്യാ ചാപ്റ്റർ 1 വേഴ്സ് 13. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും
സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. സഹോദരങ്ങളെ, വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. അവർ ദൈവസന്നിധിയിൽ അർപ്പണത്തിന് വരുന്ന ആ ഒരു വരവാണ് കാണുന്നത്. ആ കൊണ്ടുവരുന്ന സാധനം തന്നെ എന്നതാ, വ്യർത്ഥമായിട്ടാണ് കൊണ്ടുവരുന്നത്. ആത്മാർത്ഥമായിട്ടല്ല, വ്യർത്ഥമായിട്ട്. ചടങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടി 10 മണിക്ക് വരുന്നു, അത്ര തന്നെ. അങ്ങനെ വ്യർത്ഥമായി കൊണ്ടുവരുന്ന ഒരു കോട്ടുവായൊക്കെ ഇട്ടിട്ടുള്ളൊരു ഹല്ലേലൂയ, ഒരു സ്തോത്രം അങ്ങനെയൊക്കെ ഇട്ടിട്ട് 1 മണിയാകുമ്പോഴത്തേക്കും ടാറ്റാ, ഗുളിക കഴിക്കാനുണ്ട്, ഗുളികയ്ക്ക് വേണ്ടി പിന്നെ 1 മണിയാകുമ്പോഴത്തേക്കും അച്ചായനും അമ്മാമയും വേഗം വിട്ടുപോകും. പിള്ളേർ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാം. ഈ പാത്രമാണെങ്കിൽ നിർത്തുന്നുമില്ല, 1 മണിയായി, ശരി. അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്നിട്ട് താഴെ വായിക്കുന്നത് എന്താ? ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന്. അത് കൊള്ളാം, ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന്. ധൂപം അർപ്പിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്ന ആരാ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. മോശ വഴി അവർക്ക് കൊടുത്ത കൽപ്പനയാണ്. ധൂപാർപ്പണത്തിന് ഏറ്റവും ഗൗരവമായ പ്രാധാന്യമാണ് ഇസ്രായേലിൻ്റെ ആരാധനയിലുള്ളത്, അല്ലേ? യാഗാർപ്പണം തുടർന്ന് ധൂപാർപ്പണം എന്ന് നമ്മൾ പറയുമ്പോഴും ധൂപാർപ്പണത്തിന് വലിയ ഗൗരവമാണ്. ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ ഭയന്നും വിറച്ചും നിന്ന് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നടത്തുന്ന ശുശ്രൂഷയാണ് ധൂപാർപ്പണം എന്ന് പറയുന്നത്. അത്ര ഭയപ്പാടോടുകൂടിയാണ് അവർ ദൈവസന്നിധി കടന്നു വരുന്നത്. ആ ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന് അതിനെക്കുറിച്ച് ചട്ടം കൊടുത്ത ആൾ തന്നെ പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് വ്യർത്ഥമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ആ കാരണത്താൽ ധൂപം എനിക്ക് വെറുപ്പാകുന്നു. ഒരിക്കലും അങ്ങനെയല്ല. വലുവനായ ദൈവം പ്രസാദിക്കുന്നത് ധൂപാർപ്പണത്തിലാണ്. അത് ഇപ്പോൾ പ്രസാദകരമായ നിലയിൽ അർപ്പിക്കാത്തത് കൊണ്ട് അതെനിക്ക് വെറുപ്പാകുന്നു എന്ന് പറയേണ്ടിയ സാഹചര്യം വന്നു. എന്നിട്ടെന്താ പറയുന്നത്? അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേട് ഉത്സവയോഗമൊക്കെ എനിക്ക് സഹിച്ചുകൂടാ. എന്നുവെച്ചാൽ അവരുടെ ഇടപാടുകളൊക്കെ ദൈവത്തിന് സഹിച്ചുകൂടാത്ത നിലയിലേക്ക് പോയി. ചടങ്ങിൻ്റെ രാജാക്കന്മാരായിട്ട് മാറിയവർ, ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന ഉസ്താദുക്കളായിട്ട് മാറിയവർ. അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഈ സെയിം ചാപ്റ്ററിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ വാക്യമൊക്കെ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ അവർ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പരിമളധൂപം അർപ്പിക്കുന്ന സമയം അവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് തത്സമയം 2 കൈകളും മലർത്തി ഇങ്ങനെയാണ് അവർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതുപോലത്തെ ഗംഭീര നിമിഷമാണത്. ഈ സെയിം കാര്യം തന്നെ നമുക്ക് 2 ദിനവൃത്താന്തത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണാൻ കഴിയും. യെരുശലേം ദൈവാലയത്തിൻ്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ ശലോമോൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി 2 കൈകളും ദൈവസന്നിധിയിൽ മലർത്തി എന്നുള്ള കാര്യം. ആ സമയത്താണ് ഉയരത്തിൽ നിന്ന് തീ വന്ന് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചത്. അതുപോലെ പല സ്ഥലത്തും ധൂപവുമായി ബന്ധപ്പെട്ട് കൈ മലർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വാക്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല. സൂചന തന്നതാണ് ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന് പറയേണ്ട സാഹചര്യം വന്നത് എങ്ങനെയാണ്? അവർ വ്യർത്ഥമായി ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളെ ചെയ്തുകൊണ്ടാണ്. ഇസ്രായേൽ വ്യർത്ഥമായി ഇങ്ങനെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയം അവരുടെ മേൽ നിന്ന് പോയി. അങ്ങനെയാണെങ്കിൽ ആധുനിക പെന്തിക്കോസ്തും വ്യർത്ഥമായി ഇങ്ങനെ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രിയം പോവോ ഇല്ലയോ? കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നിന്ന് അല്പകാര്യങ്ങൾ പറഞ്ഞെന്ന് മനസ്സിലായോ? ആ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഇത്തിരി ഗൗരവമുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്ന ആ കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി ചില സാമ്യങ്ങളുണ്ട്. അതായത് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 32, 33, 34 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് വായിച്ചേ. 2 Kings chapter 17 verse 30-33. അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. ഈ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാ? അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങൾ യാഗം കഴിക്കുകയും ചെയ്യും. ഭജിക്കുന്ന യഹോവയാണേലും ബാക്കി പരിപാടിയൊക്കെ വേറെ പലർക്കും വേണ്ടിയിട്ടാണ്. 33-ാം വാക്യത്തിൽ കാണുന്നത്, അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ട് പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു.
പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ഭദ്രമാണ്, ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെയാണ്. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും വിട്ടുപോകുന്ന പല സാധനത്തെയും ചുവന്നുകൊണ്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെ തന്നെയാണ് പലരും കൂട്ടായ്മ, പാട്ട്, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയ്യോ അസൽ 916 പെന്തിക്കോസാ. പക്ഷേ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്, ലോകത്തെ സ്നേഹിക്കുന്നവരാണ്, ലോകത്തിൻ്റെ ചങ്ങാതികളാകാൻ കൊതിക്കുന്നവരാണ് പലരും. പക്ഷെ നീട്ടിപ്പിടിച്ച് അന്യഭാഷ പറഞ്ഞു കളയും. അവിടെയാണ് ആളുകളെ വീഴ്ച കളയുന്നത്. ഈ അന്യഭാഷയും ചാട്ടവും ബഹളവും ഒക്കെ കാണുമ്പോൾ ആളുകളെല്ലാം വിചാരിക്കും എൻ്റെ ദൈവമേ ഭയങ്കര ഭക്തനാന്ന്. അതിലൊന്നും അല്ലെന്നേ കഥയിരിക്കുന്നത്. അതല്ലേ ഇപ്പോൾ പറഞ്ഞ് തെളിയിച്ചല്ലേ കൊണ്ടുവരുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കണം, ചരിത്രമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ അധ്യായത്തിൻ്റെ തന്നെ അവസാനം 41-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു പോന്നു. യഹോവ എന്നൊക്കെ പറയും, പക്ഷേ അവർ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്നല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. യഹൂദ ദേശത്തിലെ രാജാവായ അബിയാവ് ഇസ്രായേൽ ദേശത്തെ രാജാവായ യൊരോബയാമിനോടും അവൻ്റെ ജനത്തോടും പറയുന്നൊരു കാര്യമാണ്, ഒരു കാളക്കുട്ടിയെയും പിന്നെ 6-7 ആട്ടിൻകുട്ടിയെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെയും നിങ്ങൾ പുരോഹിതന്മാരാക്കുമല്ലോ, പുരോഹിതന്മാരാക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. അതുപോലെയാണ് ഇന്ന് കാണുന്ന പല കാര്യങ്ങളും. ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും കൃത്യമായിരിക്കണം സഹോദരങ്ങളെ. ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും കൃത്യമായി പാലിക്കണം. അതൊക്കെ പഴയ നിയമത്തിലല്ലേന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞത് പഴയ നിയമമാണോ? പഴയ നിയമത്തിൻ്റെ കൂടെ പുതിയ നിയമം പറഞ്ഞത് കേട്ടില്ലേ? പഴയ നിയമത്തിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് ആത്മീയ അർത്ഥങ്ങളാണ്. നമ്മൾ ചിന്തിക്കാത്ത നിലയിലാണ് അതിൻ്റെ കാര്യങ്ങളെ പോകുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ ദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെ പണി ഇതാണ്. അതുകൊണ്ടാണ് ഈ കാര്യം തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കാത്തവർ പിന്നെയും കേൾക്കട്ടെ, കേട്ടവർ ഒന്നുകൂടെ കേട്ട് ഉറക്കട്ടെ, ഒന്നുകൂടെ ആശ്വസിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പുനഃപ്രതിഷ്ഠ നടക്കട്ടെ. അവരുടെ പ്രതിഷ്ഠകളിൽ നിന്നൊക്കെ ഇളകിപ്പോയവരാണെങ്കിൽ, സമർപ്പണത്തിൽ നിന്ന് ഇളകിപ്പോയവരാണെങ്കിൽ, നാടുവേ ഇച്ചിരിയെങ്കിലും ഓടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മടങ്ങി വരണമെന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞുകളിയല്ല ഇതൊന്നും. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. ഒട്ടും മോശക്കാരൊന്നും അല്ലായിരുന്നു ഈ തെക്കേ ദേശക്കാരും വടക്കേ ദേശക്കാരൊക്കെ. എല്ലാം മിടുക്കന്മാരാണ്. യഹൂദ ബ്ലഡല്ലേ, തലച്ചോറൊക്കെ ഇച്ചിരി കൂടുതലാണ് അല്ലേ? അതൊക്കെയുള്ള പുള്ളികളോടാണ് പറയുന്നത്, നീയൊക്കെ വെറുതമായത് കൊണ്ടുവരുന്നു, നിന്റെ ധൂപം എനിക്ക് വെറുപ്പാകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അവരെക്കാൾ കൂടുതൽ വെളിപ്പാട് ലഭിച്ച പുതിയ നിയമത്തിൻ്റെ ഭക്തന്മാരായ നമ്മോട് അങ്ങനെ തന്നെ പറയും. ഇസ്രായേൽ അവരുടെ ദൈവത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നില്ലേ, ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അതേ ദൈവത്തെ തന്നെ സേവിക്കുന്നവരാ നാമും. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമായിരിക്കും? താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനായിരിക്കും. ഇസ്രായേലിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ പെന്തിക്കോസുകാരോട് പറയാ, എങ്ങനെയാണേലും 10 മണിക്കൊന്ന് വന്നാൽ മതി, കോറം ഒന്ന് തയ്യണം കേട്ടോ, കോറം തയ്യണം. 2-3 പേർ മതിയെന്നൊക്കെ പണ്ട് പറഞ്ഞെങ്കിലും ഇപ്പം നമ്മുടെ ബാംഗ്ലൂരിലെ അച്ചായി പറയുന്നത് അങ്ങനെയൊന്നും പോരാ, 500 വേണമെന്നാണ്. 500 പേരുണ്ടെങ്കിലാണ് കോറം തയ്യുള്ളൂ, നമുക്ക് ആരാധന നടത്താൻ പറ്റുള്ളൂ എന്ന്. എങ്ങനെ വന്നാലും കുഴപ്പമില്ല പുള്ളിക്കും പുള്ളിയുടെ മക്കൾക്കും. അത് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മോൻ ഈ നാട്ടിൽ വന്ന് പറഞ്ഞില്ലേ, അവരുടെ ഭാര്യമാരെയൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വിടും, അങ്ങനെ സഭ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. സീനിയർ പാസ്റ്റേഴ്സേ അവരുടെ ഭാര്യമാരെയൊക്കെ ഇങ്ങനെ ഈ സായം സമയത്തുള്ള കാറ്റടിപ്പിക്കാൻ വിടും, അങ്ങനെ എന്നാലും സഭ വളരുക എന്ന് പറഞ്ഞു. പുള്ളി ഒരു സീനിയർ പാസ്റ്ററാണ്. പുള്ളിയുടെ ഭാര്യനെയൊക്കെ അങ്ങനെ കാറ്റ് കൊള്ളാൻ വിടും. അതൊക്കെ പറഞ്ഞ ആളാണ് ഈ ഇളയമോൻ. പുള്ളി അടുത്തിടയ്ക്ക് കണ്ടെത്തിയ ഒരു വലിയ കാര്യമാണ്, നമ്മളൊക്കെ ചുമ്മാ ടാറ്റു അടിക്കണമെന്ന്. നമ്മളിന്നും ധൂപമെടുത്ത് കയറുന്ന ലക്ഷണമില്ല, ടാറ്റുവിലൊക്കെ തട്ടി കറങ്ങി പോവുകയാണ്. ഇതുപോലെ ഭൂലോക കറക്കന്മാർ അന്യഭാഷ പറയുന്നത് കേട്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് അവർ ദൈവത്തിൻ്റെ ദാസന്മാരാന്ന്. ഈ ഇൻ്റർനാഷണൽ കറക്ക് കമ്പനികൾ സുബോധമുള്ള ഒരുത്തിന് പറയാൻ കഴിയുമോ? പോപ്പ് പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പോലും പറയില്ല മക്കളെ ടാറ്റു ഒന്നും അടിക്കണ്ടെന്നേ പറയുള്ളൂ. സത്യം പറഞ്ഞ സഹതാപം തോന്നുക. എത്ര ആയിരങ്ങളാണ് നശിക്കുന്നതെന്നറിയാവോ ഇത്തരം കൂട്ടങ്ങളിലൊക്കെ പോയി. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. വ്യർത്ഥമായ ഈ കാര്യങ്ങളൊക്കെ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്നുള്ളത് ദൈവമക്കൾ അറിയണം. അത്തരക്കാരുടെ അടുക്കൊക്കെ പോയിട്ട് ആരാധിച്ച് കാകളം നനയ്ക്കുമ്പോൾ പറക്കാമെന്ന് വിചാരിക്കുന്നവനെ എന്തെന്ന് വിളിക്കാം? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ട് നടക്കുന്നവനെന്ന് വിളിക്കേണ്ടി വരില്ലേ? അപ്പോൾ നമ്മൾ ധൂപത്തോടുള്ള ബന്ധത്തിലാണ് ഈ സമയം വരെ പറഞ്ഞത്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം.
സങ്കീർത്തനം 141:2 വായിച്ചേ. സാംസ് 141 വേഴ്സ് 2. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗവുമായി തീരട്ടെ. അതായത് സന്ധ്യായാഗ സമയത്തോ പ്രഭാതയാഗ സമയത്തോ പുരോഹിതന്മാർ അവിടെ ധൂപം അർപ്പിക്കും. അപ്പോൾ തൻ്റെ പ്രാർത്ഥന, താന് സമാഗമന കൂടാരത്തിലോ യെരുശലേം ദേവാലയത്തിനകത്തോ ഒന്നും പോയി ഈ ശുശ്രൂഷയിൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളല്ല. വെളിയിലാണ് സാമാന്യ ജനവും രാജാവും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ രാജാവ് പറയാണ്, താന് ദൈവസന്നിധി കഴിക്കുന്ന പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന എന്തായി തീരട്ടെ എന്നാ? ധൂപമായി തീരട്ടെ. എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കൈകളെ മലർത്തുമ്പോൾ അതൊരു യാഗമായി തീരട്ടെ എന്ന്. നോക്കണം, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമെന്ന്. കാരണം എന്താ? നിങ്ങളുടെ കൈ രക്തം ചൊരിഞ്ഞതാണ്. നിങ്ങളുടെ കൈ രക്തം ചൊരിഞ്ഞതാണ്. അപ്പോൾ ദാവീദ് ഒരു രാജാവാണ്, യുദ്ധവീരനാണ്. ആ കാരണത്താൽ തൻ്റെ കൈ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതായത് തൻ്റെ പ്രവൃത്തിയാണത് കാണിക്കുന്നത്. നാം ഈ കൈ മലർത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കാണായ ദിവസം മുഴുവനും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളുമായി സഞ്ചരിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ചുമ്മാ കൈ മലർത്തിയാലൊന്നും കാര്യമില്ല. കൈ വെടിപ്പും ശുദ്ധിയുള്ളതായിരിക്കണം. ചിലർ ചിന്തിക്കുകയായിരിക്കും പറഞ്ഞു പേടിപ്പിക്കുകയാണോ എന്ന്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നുമല്ല, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പറയുന്നതാണ്. നമ്മുടെ കൈകൾ വിശുദ്ധിയും വെടിപ്പും ഉള്ളതായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ പുരോഹിതന്മാർ അവിടെ ധൂപം അർപ്പിക്കുമെന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സത്യാരാധനക്കാരൻ ദൈവത്തിൻ്റെ സന്നിധി വന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ചാടിക്കേറിയ വാക്യം അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരെന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെ ആരാധിക്കണമെങ്കിൽ നാം കണ്ടതുപോലെ ബലിപീഠത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ബലിപീഠത്തിൽ ഒരു യാഗവസ്തു എന്ന നിലയിൽ. റോമാലേഖനം 12:1-2 വാക്യമാണ് നമ്മെ സപ്പോർട്ട് ചെയ്ത ആ കാര്യത്തിൽ. വളരെ സീരിയസ് ആയ വാക്യമല്ലേ? എത്ര സീരിയസാ! ഇപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നാം യാഗമൃഗം എന്ന നിലയിൽ യാഗപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ യാഗം അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എന്ന നിലയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയാണെന്ന് മനസ്സിലാക്കുക. ഒരേ സമയം ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം പല ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. നാം യാഗമൃഗമാണ്, അപ്പോൾ തന്നെ നാം പുരോഹിതന്മാരുമാണ്. രണ്ട് രീതിയിലും പഠിക്കണം. ഇത് പുതുതായിട്ടൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഒന്നും പിടിയിട്ടില്ല. അതുപോലെ നമ്മുടെ വിശ്വാസികളൊക്കെ ലോകം മുഴുവനും ഇങ്ങനെ പറന്ന് നടക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്ലിക്കാകുന്നില്ലെന്നേ, കത്തുന്നില്ലെന്നേ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം ബലിപീഠത്തിലായിരിക്കണം. നാം യാഗമൃഗമാണ്, അങ്ങനെ നാം അറുക്കപ്പെടണം. അതായത് ദിവസേന മരിക്കണമെന്ന്, അങ്ങനെ തോലുരിക്കപ്പെടണം, അങ്ങനെ ഖണ്ഡമായി നുറുക്കണം, ബലിപീഠത്തിൽ ഏൽപ്പിക്കണം. അങ്ങനെയൊന്നും അല്ലെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ലെന്നൊക്കെയുള്ള കാര്യം കേൾക്കുമ്പോൾ അന്നേരം ബോറടിക്കുന്നത് എങ്ങനെയാന്നേ? ഞാൻ എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നാണോ ഇതൊക്കെ പറയുന്നത്? പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ വല്ല താളിയോലയെന്നല്ലോ ആണോ ഞാൻ പ്രസംഗിക്കുന്നത്? ഈ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നല്ലേ പ്രസംഗിക്കുന്നത്? ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നാം ഒരേ സമയം യാഗമൃഗവുമാണ്, അപ്പോൾ തന്നെ പുരോഹിതന്മാരുമാണ്. സത്യാരാധനയോടുള്ള ബന്ധത്തിൽ തുള്ളുന്നവരോടൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. 84 വയസ്സുകാരനോടും 94 വയസ്സുകാരനോടും ഒക്കെയാണ് പറയുന്നത്. പ്രായമൊന്നും നമുക്കിവിടെ സബ്ജക്റ്റ് അല്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കാൻ വരുന്ന ഒരു പുതിയ നിയമ ഭക്തൻ, അതായത് പുതിയ നിയമത്തിൻ്റെ പുരോഹിതൻ എന്ന നിലയിൽ ദൈവസന്നിധി വരുമ്പോൾ, പുറപ്പാട് ദിവസം 30-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെ, എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 17 to 21. ഇപ്പോൾ നമ്മൾ വായിച്ചത് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള പാരഗ്രാഫാണ്. അവിടെ നമ്മൾ കണ്ടത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതെങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. 20-ാം വാക്യത്തിലേക്ക് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ കാണുന്ന സമാഗമന കൂടാരത്തിൻ്റെ പിക്ചർ, ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്ത് ആദ്യം കാണുന്ന യാഗപീഠമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് നാം ഒരു യാഗമൃഗം എന്ന നിലയിൽ ദൈവസന്നിധിയിൽ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഈ നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല. ഈ വായിച്ച വാക്യപ്രകാരം നാം പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്. അതിൻ പ്രകാരം ഈ ശുശ്രൂഷകളുടെ ഒരു രീതി നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ
യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അവർ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് പുരോഹിതന്മാർക്ക് വേണ്ടി താമ്രത്തൊട്ടി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്, ലേവർ. അങ്ങനെ അവിടെ വന്നവർ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചിട്ട് യാഗപീഠത്തെങ്കിലേക്ക് വരണം. അതായത് പഴയ നിയമത്തിലെ ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ യാഗപീഠത്തിൻ്റെ സൈഡിലൂടെ നടന്ന് താമ്രത്തൊട്ടിയുടെ അടുക്കൽ വരുന്നു. അവിടെ വന്ന് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് മടങ്ങി പിന്നെയും പുറകോട്ട് വന്ന് യാഗപീഠത്തിൽ യാഗം അർപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും അതുവഴി തന്നെ അകത്തേക്ക് കടന്നു പോകുന്നു യാഗരക്തവുമായിട്ട്. അങ്ങനെയാണ് ശുശ്രൂഷയുടെ ക്രമം. പിന്നെ തിരിച്ചു വരുന്ന ഒക്കെയുണ്ട്. അപ്പോൾ നോക്കണം, യാഗമൃഗം എന്ന നിലയിൽ നമ്മൾ നേരെ വന്നത് ബലിപീഠത്തിലേക്കാണ്. അതേസമയം പുരോഹിതൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ബലിപീഠത്തിലേക്ക് വരാൻ പാടില്ല, നേരെ താമ്രത്തൊട്ടിയുടെ അടുക്കിലേക്കാണ് വരുന്നത്. അവിടെ താമ്രത്തൊട്ടി ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമായിട്ടാണല്ലോ ഇപ്പോൾ വായിക്കുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ആ കാര്യങ്ങളെ കാണാം നമുക്ക്. അതായത് 20, 21 അങ്ങനെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാം. അതായത് താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് നമ്മുടെ മുൻകാല പഠനങ്ങളിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. താമ്രത്തൊട്ടി ജനറലായിട്ട് പറയുമ്പോൾ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. യാഗപീഠം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കാണിക്കുന്നു. ഇങ്ങനെയാണ് അത് പറയുന്നത്. മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞാലോ, ബലിപീഠം എന്താ കാണിക്കുന്നത്? അഥവാ യാഗപീഠം അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, അതായത് നമ്മുടെ രക്ഷയെ കാണിക്കുന്നു. താമ്രത്തൊട്ടിയോ വിശ്വാസ സ്നാനത്തെ കാണിക്കുന്നു, പിന്നെയോ ആത്മസ്നാനത്തെ കാണിക്കുന്നു. അത് വ്യത്യസ്തമായ ആംഗിളിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 20-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ, യാഗപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് അവനെന്ത് ചെയ്യണം? കഴുകണം, ശുദ്ധീകരണം പ്രാപിക്കണം, എന്നിട്ട് യാഗപീഠത്തെങ്കിലേക്ക് അടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിലോ അവിടെ മരിക്കും. ഇവിടെയോ? ഇവിടെ നമ്മുടെ കാലത്ത് മരിക്കില്ല. പകരം മരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താ? നാം ദൈവ സാന്നിധ്യം അനുഭവിക്കില്ല. അതെവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എന്തെന്ന് എഴുതിയിരിക്കുന്നു? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്ന്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ലെന്നാണ്. അതായത് നാം ശുദ്ധീകരണം പ്രാപിച്ച് എപ്പോഴും എല്ലാവരോടും സമാധാനമായിരിക്കാൻ ഉത്സാഹിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം ആരാധനയാകട്ടോ, സത്യാരാധന. ഡാൻസും കൂത്തും അല്ല ആരാധന എന്ന് പറയാനാണ് ഈ സമയം മുഴുവൻ ചെലവഴിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണം നിർബന്ധമാണ്. ഇവിടെ പുറപ്പാട് ദിവസത്തിൽ നമ്മൾ കണ്ടത് എന്താ? അതെങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കയ്യും കാലും കഴുകണം. എന്നിട്ട് അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ മരിക്കാതിരിക്കേണ്ടതിന് കയ്യും കാലും കഴുകണം, അത് അവർക്ക് തലമുറ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇതേ ചട്ടം തന്നെയാണ് ദൈവസഭയ്ക്കും ഉള്ളത്. കാഹളം ധ്വനിക്കുന്നത് വരെ ഇതേ ചട്ടം തന്നെയാണ്. അവിടെ അഹരോനും അഹരോൻ്റെ പുത്രന്മാരും ഒക്കെ അതിൻ്റെ നിഴലിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നാമാണ് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ. ആൺ പെൺ വ്യത്യാസമന്യേ നാം എല്ലാം അത്യുന്നതൻ്റെ സന്നിധിയിൽ യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനും വരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ അടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ കണ്ട കാര്യം, താമ്രത്തൊട്ടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നാം പുതിയ നിയമക്കാരെന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗാർപ്പണത്തിന് വരുമ്പോൾ, അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ വരുമ്പോൾ, നമുക്ക് ആരോടെങ്കിലോടും എന്തെങ്കിലും ഇടപാടുകളോ പരിപാടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്ന് തന്നെയാണ് സുവിശേഷം നമ്മളെ അറിയിക്കുന്നത്. അതൊക്കെ ക്രമീകരിച്ചിട്ട് വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷയ്ക്ക് നിൽക്കാൻ. അതിന് ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ പിടിക്കും. ഇവിടെ ഈ താമ്രത്തൊട്ടിക്കകത്ത് കിടക്കുന്ന തെളിനീരാണ്. ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ പുരോഹിതന് തൻ്റെ മുഖം കാണാം, അല്ലെങ്കിൽ തൻ്റെ പ്രതിബിംബം അവിടെ പ്രതിഫലിക്കും. അതുപോലെ നമ്മൾ ആരാധനയ്ക്ക് ദൈവസന്നിധി വരുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ വചനമാകുന്ന കണ്ണാടി നമ്മുടെ മുമ്പിൽ പിടിക്കും. എന്നിട്ട് നമ്മുടെ ഉള്ള അവസ്ഥ കാണിച്ചു തരും. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഫിൽത്തിനെസ് ഉണ്ടോ, കുഴപ്പങ്ങളുണ്ടോ, ഇടപാടുകളിൽ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ ക്രമീകരണം പ്രാപിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞ ആരാധനയ്ക്ക് ഇറങ്ങി പുറപ്പെടാൻ. ചുമ്മാ ഓടിങ് വരികയാണ്, ബ്രേക്ക് പോയ വണ്ടി പോലെ ഓടി വരുന്ന ചിലർ. ഓടിങ് വന്നിട്ട് ഇരിക്കുന്ന വഴിക്ക് തന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങുകയാണ്. അത് ഒരുക്കത്തോടെ വരികയാണെങ്കിൽ ഓക്കെ, നമ്മളതിനെ പരിഹസിക്കുകയൊന്നുമല്ല, ഒരിക്കലും അല്ല. അവർ ആ സമർപ്പണത്തിൽ അവരുടെ ഭവനാന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെ ജെറ്റ് വേഗത്തിൽ വരുന്നതാണെങ്കിൽ അതിനെന്നാ കുഴപ്പം? ആ കത്തൽ ഇവിടെ വന്ന അതിൻ്റെ തുടർച്ചയാണെന്ന് വിചാരിക്കാം. അതല്ല, ഏതോ പഞ്ചായത്തിൽ ഏതിലെയോ കറക്കി തിരിച്ചിട്ട് ചുമ്മാ 10 മണിക്ക് ഓടിക്കതിച്ച് വന്നിട്ട് മറ്റവൻ ഇട്ട് ഇരപ്പിക്കുമ്പോൾ ഇരപ്പീരിൻ്റെ ഒപ്പം കിടന്ന് ചുമ്മാ ഇരച്ചതാണെങ്കിൽ അതെനിക്ക് വെറുപ്പാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിൻ്റെ ഇരപ്പീരും പരിപാടിയൊക്കെ എനിക്ക് വെറുപ്പാകുന്നു എന്ന്.
അങ്ങനെയല്ലേ വായിക്കുന്നത്? ആദ്യപടി എന്താ? കയ്യും കാലും കഴുകണം. എന്താ കാല് കാണിക്കുന്നത്? നടപ്പിനെയാണ് കാണിക്കുന്നത്. ക്രിസ്തീയ ജീവിതം നടപ്പിനെ കാണിക്കുന്നു. കൈ എന്താ കാണിക്കുന്നത്? പ്രവൃത്തിയെ കാണിക്കുന്നു. കയ്യും കാലും കഴുകണം. ശുദ്ധീകരണത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ സീരിയസാണ് സഹോദരങ്ങളെ. ഇത് പഴയ നിയമത്തിൽ അച്ചടിച്ച കാര്യങ്ങൾ മോശയ്ക്കും അഹരോനും വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി മണ്ടന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ അച്ചടിച്ച് വെച്ചത് മോശയ്ക്കും അഹരോനും വേണ്ടിയിട്ടാണ്. അവർ ചുമ്മാ താൽക്കാലിക ശുശ്രൂഷകരാണ്. ടെമ്പററിയാണ് അവരുടെ കാര്യങ്ങൾ. പഴയ നിയമക്കാർ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പററി ആരാധനക്കാരാണ്. പെർമനൻ്റ് ആരാധനക്കാരാരാ? നാം അല്ലേ? അവൻ്റെ സന്നിധിയിൽ നിത്യമായി അവനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അല്ലേ? അവൻ്റെ സന്നിധിയിൽ പരിമളധൂപം അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം? ആ നാം ഈ ചട്ടങ്ങളും വിധികളും മനസ്സിലാക്കണം. ചുമ്മാ ഓടി വന്നൊന്നും ചാടുകയും തുള്ളുകയും ചെയ്താൽ പോരാ. കുറേ നിയോൺ ബൾബുകൾ കിടന്നിങ്ങനെ മിന്നിത്തിളങ്ങിയും കുറേ പുകയും ഏതാണ്ടൊക്കെ കിടന്നിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് കിടന്നുള്ള ചാട്ടമല്ല പുതിയ നിയമത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത്. അത് എന്തെന്നാ കണ്ടത്? കത്തി അമരുകയാണ്. നമുക്ക് ധൂപപീഠത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിലേക്ക് നമുക്ക് നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം കടന്നു പോകാം. പക്ഷേ ഇന്ന് നമ്മൾ യാഗപീഠത്തിൻ്റെ ചുവടിൽ നിൽക്കുകയായിരുന്നു. അല്പമായി ആ താമ്രത്തൊട്ടിയുടെ അടുക്കൽ പോയി. ഇതൊക്കെ പഴയ നിയമ കാര്യങ്ങളാണ്. യെസ്, പുതിയ നിയമ ഭക്തന്മാരെ ഈ സത്യത്തിൻ്റെ പാതയിൽ നടത്താനും ഉറപ്പിക്കാനും വേണ്ടിയാണ് ഈ പഴയ നിയമ ഭാഗങ്ങൾ എടുക്കുന്നത്. അതെല്ലാം പുതിയ നിയമ വീക്ഷണത്തിലാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. പുതിയ നിയമ വീക്ഷണത്തിൽ. അതുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ തെളിവായി മനസ്സിലാക്കി വചനത്തിൽ ഉറയ്ക്കണം. വചനത്തിൽ മുന്നേറേണ്ടതുണ്ട്. നല്ല ബോധ്യമുള്ളവരായി തീരണം. ആരെങ്കിലുമൊക്കെ ചാടുകയും തുള്ളുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചുമ്മാ കമൻറ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രസ്താവിക്കുമ്പോൾ നമ്മൾ പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ നേരിടണം. കാര്യങ്ങളെ ഗ്രഹിച്ചവർക്കാണ് അതിനെയൊക്കെ നേരിടാൻ കഴിയുള്ളൂ. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. കാലം നോക്കിയാൽ നാം ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് അല്ലേ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. നമ്മളിങ്ങനെ പാലും കുടിച്ചിട്ട് ചാടവും തുള്ളവും ചെയ്യേണ്ടവരല്ല. ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. കട്ടിയായതൊക്കെ ഭക്ഷിക്കണം. കട്ടിയായ കാര്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ബലശാലികളായി ഘനശാലികളായി അങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഈ വേർപെട്ടവരെന്ന് പറയുന്നവരുടെ ആരാധനകളും കാര്യങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ പഠിച്ചാൽ വല്ലതും അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമോ? എനിക്ക് സംശയമുണ്ട് പല കാര്യത്തിലും. ഇങ്ങനെ അപ്പനപ്പന്മാരുടെ കാലത്ത് പറഞ്ഞും കേട്ടും ഒക്കെ ആളുകൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണെങ്കിലും കാര്യങ്ങളെ അറിഞ്ഞ് ആസ്വദിച്ച് ആനന്ദിച്ച് ആ ഒരു നിലയിൽ ആരാധനയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ ഒരു നിലയിലേക്ക് അതിന് ഈ തലമുറയിലെ ശുശ്രൂഷകർ ഉത്സാഹിക്കേണ്ടതുണ്ട്. എങ്കിലാണ് ജനം അതിലേക്ക് മടങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. വളരെ ഗൗരവമായ വിഷയങ്ങൾ പിന്നെയും നിങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം ആ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.